പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെ മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് 3 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത്. അതുവരെ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി തുടരും. പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല എന്നാണ് വിവരം. ഏറെ നാടകീയമായ വികാസങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കുമെന്നും രാജിവെച്ച ശേഷം അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുമുള്ള ചർച്ചകളായിരുന്നു സജീവം. എന്നാൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. 20ഓളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു. മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഏകതരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ചിലർ വൈകാരികമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് വിവരം. എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നും പുതിയ ആളുകൾ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായാണ് വിവരം. ഇതോടെയാണ് അഡ്ഹോക് കമ്മിറ്റി 3 മാസം കൂടി തുടരാനും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായത്. മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിനെ വേദനിപ്പിച്ചു എന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം. നടൻ ബൈജു സന്തോഷ് തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്നുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടങ്കം കൈപൊക്കി. ഏറെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്നുമായിരുന്നു റിപ്പോർട്ട്. വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കുമെന്നും രാജിവെച്ച ശേഷം അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുള്ള ചർച്ചകളുമായിരുന്നു സജീവം. എന്നാൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. 20ഓളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു. മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഏകസ്വരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ചിലർ വൈകാരികമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് വിവരം. എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നും പുതിയ ആളുകൾ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായാണ് വിവരം. ഇതോടെയാണ് അഡ്ഹോക് കമ്മിറ്റി 3 മാസം കൂടി തുടരാനും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായത്. താൻ പ്രസിഡന്റ് ആകാനില്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ എന്നും മോഹൻലാൽ നിലപാടെടുത്തു. സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ലാൽ പറഞ്ഞു. അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ലാൽ പറഞ്ഞു.